ശ്രവിക്കുന്ന സന്തോഷ് ജംഗ്ഷനിലെ എല്ലാ ദേശനിവാസികൾക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിലും അന്ധകാരത്തിലും കിടക്കുന്ന മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. തന്റെ പുണ്യാഹ രക്തത്തെ ഒഴുക്കിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും രക്ഷയെ ഉറപ്പാക്കി തന്നു. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ 1600-ൽ പരം വർഷങ്ങൾ കൊണ്ട് 40-ൽ പരം എഴുത്തുകാരിലൂടെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട അമൂല്യ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. പാപത്തിലും അന്ധകാരത്തിലും കിടക്കുന്ന അനേക ജീവിതങ്ങളെ വെളിച്ചത്തിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. കാലാകാലങ്ങളിലായി മത നേതാക്കന്മാർ, ചക്രവർത്തിമാർ, രാജാക്കന്മാർ, രാഷ്ട്രീയക്കാർ ഈ അമൂല്യ ഗ്രന്ഥത്തെ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇത് ഓരോ ദിവസവും വളരെ ശക്തിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്. ഇതിലൂടെ അനേകർക്ക് സമാധാനവും പാപത്തിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അനേക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ആ പുസ്തകത്തെയാണ് ഞങ്ങൾ ഓരോരുത്തരും അഭിമാനത്തോടെ പിടിച്ചു നിൽക്കുന്നത്. ഇത് അനേകർക്ക് ഒരു ആശ്വാസമാണ്, അനേകർക്ക് ജീവൻ നൽകുന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിന് പുറത്തുമായി പത്രമാധ്യമങ്ങളുടെയും മറ്റ് സോഷ്യൽ മീഡിയകളുടെയും നമ്മളെല്ലാം ഒരുപാട് കുറ്റകൃത്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അനേകർ പാപത്തിന് അടിമകളായിത്തീരുന്നു. യൗവനക്കാർ പാപത്തിനും അടിമകളായിത്തീരുന്നു, ലഹരികൾക്കും മറ്റും പുറകെ പോകുന്നു. ഇതിൽ നിന്ന് ഏക രക്ഷ നൽകുവാൻ കഴിയുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവർ താൻ എന്റെ രക്ഷിതാവാണെന്ന് വിശ്വസിക്കുകയും കർത്താവിനെ വായ്കൊണ്ട് ഏറ്റു പറയുകയും എന്റെ കർത്താവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു മനുഷ്യനും നശിച്ചു പോകരുതെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു. അതിനാൽ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നു, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അങ്ങനെ നിത്യജീവനെ നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുകയാണ്. എത്ര പാപത്തിന്റെ അവസ്ഥകളിൽ കിടന്നാലും ഈ രക്ഷ ദൈവം നൽകുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ ഓരോരുത്തർക്കും രക്ഷയെ നൽകുവാൻ സാധിക്കും, നിത്യജീവന അവകാശികളാകുവാൻ സാധിക്കും. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് ദൈവം നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന വിശുദ്ധ സ്നാനം സ്വീകരിക്കുകയും ചെയ്യുക. അവസാനമായി ഒന്നുകൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആകയാൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്തവർ കർത്താവിനെ സ്വീകരിച്ച് ആ നിത്യജീവന അവകാശികളാവുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.